രാത്രികാല പോസ്റ്റ്മോർട്ടം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയ ഫോറൻസിക് സർജൻമാരെ മാറ്റി നിർത്തി രാത്രികാല പോസ്റ്റ്മോർട്ടവുമായി മുന്നോട്ടു പോകുമെന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവി. സൗകര്യങ്ങളില്ലെന്ന കാരണത്താൽ രാത്രികാല പോസ്റ്റ്മോർട്ടം ഒഴിവാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടില്ലെന്നും ഫോറൻസിക് വിഭാഗം മേധാവി കൂടിയായ പോലീസ് സർജൻ ഡോക്ടർ ഹിതേഷ് ശങ്കർ ന്യൂസ് 18നോട് പറഞ്ഞു. ഇതോടെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ രാത്രികാല പോസ്റ്റ്മോർട്ടം തർക്കം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം ആദ്യം നടപ്പാക്കിയത് മഞ്ചേരിയിലാണ്. 4 മാസം കൊണ്ട് 32ലധികം രാത്രികാല പോസ്റ്റ്മോർട്ടങ്ങൾ ഇവിടെ നടന്നു. മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങൾക്കും പോലീസിനും രാത്രികാല പോസ്റ്റ്മോർട്ടം വലിയ സഹായമായിരുന്നു. എന്നാൽ സൗകര്യക്കുറവുകൾ കാരണമാക്കി രാത്രികാല പോസ്റ്റ്മോർട്ടം ഒഴിവാക്കണമെന്ന് ഫോറൻസിക് വിഭാഗത്തിലെ 2 ഡോക്ടർമാർ ഹൈക്കോടതിയിൽ ഹർജി നൽകി. ഇത് പരിഗണിച്ചുകൊണ്ട് രാത്രികാല പോസ്റ്റ്മോർട്ടം തടഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവെന്നായിരുന്നു ആദ്യത്തെ റിപ്പോർട്ടുകൾ. എന്നാൽ അങ്ങനെയല്ല, ഹർജി നൽകിയ ഡോക്ടർമാരെ രാത്രികാല പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് നിർബന്ധിക്കരുത് എന്നാണ് ഹൈക്കോടതി ഉത്തരവെന്ന് ഫോറൻസിക് സർജൻ ഡോക്ടർ ഹിതേഷ് ശങ്കർ പറയുന്നു. ഇവരെ ഒഴിവാക്കിക്കൊണ്ട് രാത്രികാല പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശവും പുറത്തിറക്കി കഴിഞ്ഞു. രാത്രികാല പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് കമ്പൽ ചെയ്യാൻ പാടില്ല എന്നുള്ളിടത്തോളാണ്. അത് 2 ഡോക്ടർമാരെ ഇന്നു മുതൽ തന്നെ അത് ഒഴിവാക്കിക്കൊണ്ട് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. മോർച്ചറിയുടെ മുന്നിൽ കാത്തു നിൽക്കുന്ന സാധാരണക്കാരുടെ മുന്നിൽ ഡോറടച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം പരിശോധന നീട്ടിവെക്കരുത് എന്നാണ് കോടതി പറഞ്ഞിരുന്നത്. ഞങ്ങളത് അക്ഷരം പ്രതി അനുസരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഹൈക്കോടതി ഉത്തരവ് അത് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു. വ്യക്തമായും വളരെ നന്നായി തന്നെ രാത്രികാല പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും മഞ്ചേരി മെഡിക്കൽ കോളേജിലുണ്ട്. ഡോക്ടർമാർ, വില്ലിങ്ങായ ഡോക്ടർമാരും മഞ്ചേരി മെഡിക്കൽ കോളേജിലുണ്ട്. ഇത് വളരെ അധികം ജനങ്ങൾക്ക് കഴിഞ്ഞ 3-4 മാസമായിട്ട് 35ഓളം കേസുകൾ ഞങ്ങൾ രാത്രികാലത്ത് ചെയ്തു. രാത്രികാലം എന്ന് പറയുമ്പോൾ 5 മണിക്ക് ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യുകയുണ്ടായി. മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ രാത്രി പോസ്റ്റ്മോർട്ടത്തിന് ആവശ്യമായ ആധുനിക സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടെന്നും പരാതിക്ക് കാരണം എന്താണെന്ന് അറിയില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇത് സുഗമമായി നടത്താൻ, അതായത് 24 മണിക്കൂർ ഓട്ടോപ്സി ചിലപ്പോൾ സാധ്യമായി എന്ന് വരില്ല. പക്ഷെ എക്സ്റ്റൻഷൻ ഓഫ് ടൈം അത് ഇപ്പോഴത്തെ നിലയ്ക്ക് സാധ്യമാണ്. അതാണ് വാസ്തവം. അതായത് ഒരു 8 മണി വരെ പോസ്റ്റ്മോർട്ടം ചെയ്താൽ അന്ന് നടക്കുന്ന കേസുകൾ, അന്ന് ഇൻക്വസ്റ്റ് ചെയ്യപ്പെടുന്ന കേസുകൾ മുഴുവനും പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സാധ്യത ഇന്ന് നിലവിലുണ്ട്. അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് സർക്കാർ സംവിധാനങ്ങൾ അതിനുവേണ്ടി മുന്നോട്ട് വരുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സംസ്ഥാനത്തെ മറ്റ് മെഡിക്കൽ കോളേജുകളിലേക്ക് കൂടി മഞ്ചേരി മോഡൽ രാത്രികാല പോസ്റ്റ്മോർട്ടം വ്യാപിപ്പിക്കുവാൻ സർക്കാർ ആലോചിക്കുന്നതിനിടെയാണ് ഫോറൻസിക് വിഭാഗത്തിലെ 2 ഡോക്ടർമാർ ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18.